രജനികാന്ത് കമൽഹാസനും ഓൾമോസ്റ്റ് 46 വർഷത്തിന് ശേഷം വീണ്ടും റിയൂണിയൻ ചെയ്യുന്ന സിനിമയിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം എന്താന്ന് വെച്ചാൽ ടീസറിന് ശേഷം ആ പെണ്ണുങ്ങൾ AI ആണോ അത് ഒറിജിനൽ ആണോ? അവർ ഇൻസ്റ്റാഗ്രാം ID തപ്പണ്ട, അവരൊക്കെ AI ആന്ന് പറഞ്ഞൊരു മണ്ടൻ നമ്മളെല്ലാവരും പറ്റിച്ചു. ഞാനും വിശ്വസിച്ചു, എന്റെ കൂടെ ഉള്ളവരും വിശ്വസിച്ചു. ആക്ച്വലി അതൊരു മണ്ടത്തരം തന്നെയായിരുന്നു. കാരണം ഇതൊന്നും AI അല്ല, ഇതൊക്കെ ഒറിജിനൽ ആവുന്ന രീതിയിൽ അവന്മാർ BTS പുറത്തിറക്കി ബിഹൈൻഡ് ദ സീൻസ് കഴിഞ്ഞ ദിവസം നമ്മുടെ സോഷ്യൽ മീഡിയയില്. ഇപ്പൊ ഫുൾ തരംഗം എന്താന്ന് വെച്ചാൽ ആ ഒരു വീഡിയോന്റെ കമന്റ് ബോക്സ് പരിശോധിക്കുകയാണെങ്കിൽ ഏതവനാടാ ഇത് AI ആണെന്ന് പറഞ്ഞ് തമിഴിലാണെങ്കിലും തെലുങ്കൂരാണെങ്കിലും എല്ലാ ഭാഷയിലും വൻ തെറി തന്നെയാണ് ഏതവനാടാ. ഇതിൽ അവന്റെ കൈ കിട്ടുന്നുണ്ട്. എന്തായാലും ടീസറിൽ അഭിനയിച്ചവരെല്ലാവരും ഒറിജിനൽ തന്നെയാണ്, സിനിമ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ തന്നെയാണ്. അത് കണ്ടവർക്ക് മനസ്സിലാവും BTS. എന്തായാലും ഒരു ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്, ഇത്രയും പൈസ മുടക്കുന്ന സിനിമയിൽ അവർക്ക് എന്തിന്റെ കേടാണ് ഒരു AI യൂസ് ചെയ്തിട്ട് ഒരു പ്രൊമോ ടീസർ ഷൂട്ട് ചെയ്യാനായിട്ട്? അതാരും ചോദിച്ചില്ല, അതാരും ചിന്തിച്ചില്ല എന്നാണ് ഏറ്റവും വലിയ കോമഡി. എന്തായാലും കാത്തിരിക്കുന്ന ശേഖ ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾ കഴിഞ്ഞു. അത് മാത്രമല്ല, തലൈവർ അല്ലെങ്കിൽ നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനികാന്തിന് വരാൻ പോകുന്ന അവസാനത്തെ 4 സിനിമകളായ ജയിലർ, തലൈവർ 173, 174, 175 എന്നീ സിനിമകളുടെ ലേറ്റസ്റ്റ് ആയ അപ്ഡേറ്റ്, നിലവിൽ എന്തൊക്കെയാണ് ആ സിനിമാ വിശേഷങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ചാനൽ ചെക്കൗട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് കൊടുക്കുന്നതാണ്. എന്തായാലും അതും പോയി കാണുക. എന്തായാലും ചാനൽ ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, കമന്റ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കാത്തിരിക്കാൻ നമുക്ക് മറ്റൊരു സിനിമാ വാർത്തകളിലായിട്ട്. സ്റ്റോക്ക് സ്റ്റുഡിയോസ്.